Our next topic is starters. നമുക്കറിയാം ഡി സി മോട്ടോഴ്സിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചതാണ്. ഡി സി മോട്ടോഴ്സിലാണെങ്കിൽ ഒരു ആർമേച്ചർ കോയിലും അതുപോലെ എനർജൈസ് ചെയ്ത് കഴിഞ്ഞ ഒരു ഫീൽഡ് മാഗ്നറ്റും ഉപയോഗിച്ചാണ് ഡി സി മോട്ടോഴ്സ് വർക്ക് ചെയ്യുന്നത്. ഡി സി മോട്ടറിൽ ആർമേച്ചർ കോയിലിലേക്കും അതുപോലെ തന്നെ ഫീൽഡ് വൈൻഡിങ്ങിലേക്കും സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഡി സി മോട്ടോറുകൾ വർക്ക് ചെയ്തു തുടങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ട് വോൾട്ടേജുകൾ അല്ലെങ്കിൽ രണ്ട് EMFകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് സപ്ലൈ വോൾട്ടേജും അതുപോലെ ആർമേച്ചറിൽ നിന്ന് ബാക്ക് EMF അല്ലെങ്കിൽ കൗണ്ടർ EMFും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് EMFകളുടെ പ്രവർത്തന ഫലമായാണ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ടോർക്കിനനുസരിച്ചാണ് ഡി സി മോട്ടോറിൻ്റെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആർമേച്ചറിനോട് കണക്ട് ചെയ്തിരിക്കുന്ന മെക്കാനിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കമ്പോണൻറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ മെക്കാനിക്കൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യാനാണ് ഡി സി മോട്ടോറുകൾ ഉപയോഗിക്കുന്നത്. ഒരു ഡി സി മോട്ടോറിൽ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഡി സി മോട്ടോറിൻ്റെ വർക്കിംഗ് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ഡി സി മോട്ടോഴ്സ് ഫ്രം ഹൈ കറണ്ട്. ഡി സി മോട്ടോറുകളിൽ സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുന്നത് ഹൈ കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റാർട്ടേഴ്സ് do this by providing external resistance to the motor which is connected in series to the motor's armature winding and restricts the current to an acceptable level. ഒരു ഡി സി മോട്ടോർ വർക്ക് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡി സി മോട്ടോറിലെ സ്പെസിഫിക്കേഷനിൽ സൂചിപ്പിച്ചിട്ടുള്ളതായിരിക്കും അതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്ന ടേം. നോർമലി കറണ്ട് റേറ്റിങ്ങിനേക്കാൾ കൂടുതൽ കറണ്ട് ഡി സി മോട്ടറിലൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് ഡി സി മോട്ടറിന് ഡാമേജ് വരുത്തും. ഇതിലെ ഈ ഹൈ കറണ്ടിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഹൈ കറണ്ടിനെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സപ്ലൈ വോൾട്ടേജ് നമ്മൾ ഒരു ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ EMF ഡെവലപ്ഡ് എന്ന് പറയുന്നത് ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് E is equal to EB plus IA into RA എന്ന ഇക്വേഷൻ യൂസ് ചെയ്താണ് സപ്ലൈ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്. വേർ E is the supply voltage, EB is the back EMF, IA എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടാണ്, RA എന്ന് പറയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. ഒരു സപ്ലൈ ആർമേച്ചറുമായി കണക്ട് ചെയ്യുമ്പോൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ബാക്ക് EMF അല്ലെങ്കിൽ കൗണ്ടർ EMF എന്ന് പറയുന്നത് 0 ആയിരിക്കും.
ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫീൽഡ് വൈൻഡിങ്ങുമായി ഒരു റിലേറ്റീവ് ഇ എം എഫ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. അതുവഴിയാണ് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ കൗണ്ടർ ഇ എം എഫ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുകയുള്ളൂ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്ക് ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോട്ടോർസ് സ്പീഡ്. So when motor speed is 0, back EMF is also 0. Therefore, removing the EB term, അതായത് EB എന്ന് പറയുന്ന ബാക്ക് ഇ എം എഫ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇ ബി ഈസ് ഈക്വൽ ടു 0 എന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ഐ എ ഇൻറ്റു ആർ എ എന്നായിരിക്കും. ഇത് സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലുള്ള ഇക്വേഷനാണ്. ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും അതുപോലെ റെസിസ്റ്റൻസും തമ്മിലുള്ള ഇക്വേഷനാണ് ഇ ഇസ് ഈക്വൽ ടു ഐ എ ഇൻറ്റു ആർ എ എന്ന് പറയുന്നത്. സോ ആർമേച്ചർ കറണ്ട് വിൽ ബി ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ എ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ ആർമേച്ചർ കറണ്ട് അല്ലെങ്കിൽ ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു കറണ്ട് വളരെയധികം കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിനനുസരിച്ച് ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആർമേച്ചറിൻ്റെ കറണ്ട് റേറ്റിങ്ങിനും അധികമാണെങ്കിൽ അവിടെ അത് മോട്ടോറിന് കേടുപാടുകൾ ഉണ്ടാക്കും. സോ ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗമാണ് ആർമേച്ചർ റെസിസ്റ്റൻസ് കൂട്ടുക എന്നത്. നോർമലി ഡി സി മോട്ടോറിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ലോ വാല്യൂ ആർമേച്ചർ റെസിസ്റ്റൻസ് ആയിരിക്കും ഡി സി മോട്ടോറുകളിൽ കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ആർമേച്ചർ റെസിസ്റ്റൻസ് 6.4 ഓം ആണെങ്കിൽ, അതുപോലെ സപ്ലൈ വോൾട്ടേജ് 220 വോൾട്ടേജ് ആണെങ്കിൽ അവിടെ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഐ എ ഇസ് ഈക്വൽ ടു 220 ഡിവൈഡഡ് ബൈ 0.4 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 550 ആംപിയേഴ്സ്. ഈ ഒരു കറണ്ട് എന്ന് പറയുന്നത് നോർമലി എല്ലാ ഡി സി മോട്ടോറുകളുടെയും കറണ്ട് റേറ്റിങ്ങിലും വളരെ അധികമായത് കാരണം അവിടെ ഡി സി മോട്ടറിന് കേടുപാടുകൾ സംഭവിക്കാൻ വഴിയുണ്ട്. സോ ഇത് തടയാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കറണ്ട് കൂടുന്നത് മാത്രമല്ല, അതോടൊപ്പം ഹൈ ടോർക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് മോട്ടറിന് സംഭവിക്കാൻ കാരണമാകുന്നു. സോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, എ മോട്ടോർ സ്റ്റാർട്ടർ ആഡ്സ് external resistance to the armature winding which reduces the armature current. ഈ ഒരു ഇക്വേഷനിൽ ഐ എ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ എ എന്ന ഇക്വേഷനിൽ സീരീസായി ആർമേച്ചർ റെസിസ്റ്റൻസിന് സീരീസായി അഡീഷണൽ റെസിസ്റ്റൻസുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ആർമേച്ചർ കറണ്ട് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം. സോ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, അതായത് സ്റ്റാർട്ടറുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്
ഈ ഒരു ആർമേച്ചർ റെസിസ്റ്റൻസിനോടുകൂടി ആഡ് ചെയ്യുന്നു. സോ ഇക്വേഷൻ വിൽ ബി ഐ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ എ പ്ലസ് ആർ എസ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റെസിസ്റ്റൻസുകൾ മോട്ടോറിൻ്റെ ഫുൾ ഓപ്പറേറ്റിംഗ് സ്പീഡ് റേഞ്ചിൽ ആവശ്യം വരുന്നില്ല. അതായത് മോട്ടോർ ഒരു സ്പീഡ് കൈവരിക്കുന്നത് വരെ മാത്രമേ ഈ ഒരു അഡീഷണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. സോ അതിനുശേഷം ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആർ എസ് അല്ലെങ്കിൽ സ്റ്റാർട്ടർ റെസിസ്റ്റൻസ് ആർ എസ് എന്ന് പറയുന്നത് മോട്ടോർ റണ്ണ് ചെയ്ത് മുഴുവൻ സ്പീഡിൽ അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് മോട്ടോർ റണ്ണ് ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആർമേച്ചർ റൺ ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ ഒരു ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്നു. സോ ഇക്വേഷൻ വിൽ ചേഞ്ച് ടു ഐ എ ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഇ ബി ഡിവൈഡഡ് ബൈ ആർ എ പ്ലസ് ആർ എസ്. സ്റ്റാർട്ടിംഗ് സമയത്ത് ബാക്ക് ഇ എം എഫ് 0 ആയിരുന്നിടത്ത് മോട്ടോർ റണ്ണ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ വരുന്നു. ഈ ബാക്ക് ഇ എം എഫ് കാരണം അവിടെ വോൾട്ടേജ് കുറയുന്നു. അതായത് ഈ സപ്ലൈ വോൾട്ടേജ് ഇ എന്നതിൻ്റെ സ്ഥാനത്ത് ഇ മൈനസ് ഇ ബി എന്നാകുന്നു. സോ അവിടെ വോൾട്ടേജ് കുറയുന്നു, അതോടൊപ്പം കറണ്ട് ഓട്ടോമാറ്റിക്കായി കുറയുന്നു. ഈ ഒരു സമയത്ത് ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും സ്റ്റാർട്ടിംഗ് സമയത്ത് മാത്രമാണ്. മോട്ടോർ സ്പീഡ് കൈവരിച്ചാൽ ഉടനെ അവിടെ റെസിസ്റ്റൻസ് കട്ടാവുന്നു, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കട്ടാവുന്നു. ഇതാണ് സ്റ്റാർട്ടറുകളുടെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡി സി മോട്ടോർ സ്റ്റാർട്ടറുകൾ നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് മോട്ടോർ സ്റ്റാർട്ടറാണ് 3-point മോട്ടോർ സ്റ്റാർട്ടേഴ്സ്. 3-point starters limit starting current by providing variable resistance. ഈ 3-point സ്റ്റാർട്ടർ ആണ് നമ്മൾ ഡി സി മോട്ടോറുകളിൽ പൊതുവായി ഉപയോഗിക്കുന്നത്. ഡി സി മോട്ടോറുകളിലെ ഈ 3-point സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. These devices are so named because they connect to the motor using 3 terminals. 3 ടെർമിനലുകളിലൂടെ കണക്ട് ചെയ്യുന്നത് കാരണമാണ് അതിനെ 3-point മോട്ടോർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ആർമേച്ചർ, അതുപോലെ ലൈൻ, ഫീൽഡ്, ഈ 3 ടെർമിനലിലേക്കും കണക്ട് ചെയ്യുന്നത് കാരണമാണ് അതിനെ 3-point മോട്ടോർ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു 3-point സ്റ്റാർട്ടർ. ഫിഗറിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഡി സി വോൾട്ടേജ്, നമ്മൾ സപ്ലൈ വോൾട്ടേജ് ഡി സി വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഇത് 3 പോയിന്റുകളാണ്. അതായത് എൽ ലൈൻ, എഫ് ഫീൽഡ് ആൻഡ് എ ആർമേച്ചർ. ഈ 3 പോയിന്റുകളിലേക്കാണ് ഡി സി വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ 3-point സ്റ്റാർട്ടർ എന്ന് പറയും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഓവർലോഡ് റിലീസാണ്. ലൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ലൈനിൽ നിന്നും ഒരു ഓവർലോഡ് റിലീസ് എന്ന് പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു സ്റ്റാർട്ടർ ഹാൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടർ ഹാൻഡിൽ എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റിയ ഒരു ഹാൻഡിലാണ്. ആ ഹാൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്പ്രിങ്ങിലേക്കാണ്. സ്പ്രിങ് ലോഡഡ് കമ്പോണൻ്റ് ആണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാർട്ടർ ഹാൻഡിലിന് മുകളിലായി ഒരു സോഫ്റ്റ് അയൺ പീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുന്നത് ഡി സി മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അധിക കറണ്ടിനെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്
DC മോട്ടോറുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആഡ് ചെയ്യുക, അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുക എന്നതാണ്. ഇതിൽ തന്നെ 0.12345 എന്ന് പറഞ്ഞ, അതുപോലെ ഓഫ് പൊസിഷൻ, റൺ പൊസിഷൻ, ഇത്രയും പോയിന്റുകൾക്കുള്ളിൽ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്ന 5 റെസിസ്റ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. R1, R2, R3, R4 ആൻഡ് R5. ഈ 5 റെസിസ്റ്ററുകൾ ചേർന്നാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടർ ഹാൻഡിൽ മൂവ് ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസുകൾ സീരീസ് ആയി കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു നോ വോൾട്ട് കോയിലിലേക്ക് കൊടുത്തിരിക്കുന്നത്, അതായത് 0.1 നിന്നും കണക്ട് ചെയ്തിരിക്കുന്നത് നോ വോൾട്ട് കോയിലിലേക്കാണ്. അതുപോലെ തന്നെ എൻഡ് പോർഷൻ, അതായത് റൺ പോയിന്റിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ആർമേച്ചറിലേക്കാണ്. 1 പൊസിഷനിൽ നിന്ന് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നോ വോൾട്ട് കോയിൽ വഴി ഫീൽഡ് വൈൻഡിങ്ങിലേക്കാണ്. അതുപോലെ റൺ പൊസിഷനിൽ നിന്ന് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആർമേച്ചർ വൈൻഡിങ്ങിലേക്കാണ്. ഈ ഒരു അറേഞ്ച്മെൻ്റാണ് 3 പോയിൻ്റ് സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് സമയത്ത് സപ്ലൈ ചെയ്യുന്ന DC വോൾട്ടേജ് ഓവർലോഡ് റിലീസ് വഴി സ്റ്റാർട്ടർ ഹാൻഡിലേക്ക് എത്തുന്നു. In order to start the motor, the spring-loaded starter handle is moved from off to the first stud position. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ടർ ഹാൻഡിൽ എന്ന് പറയുന്നത് ഓഫ് പൊസിഷനിൽ നിന്ന് 0.1 കണക്റ്റ് ആവുന്നു. 0.1 കണക്റ്റ് ആവുന്നത് വഴി DC വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നേരിട്ട് 0.1 കണക്റ്റ് ആവുന്നു. സ്റ്റാർട്ടർ ഹാൻഡിൽ വഴി 0.1 കണക്റ്റ് ആവുന്നു. ഈ ഒരു സമയത്ത് 5 റെസിസ്റ്റൻസുകളാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയി വരുന്നത്. R1, R2, R3, R4 ആൻഡ് R5. ഈ 5 റെസിസ്റ്ററുകൾ വഴിയാണ് ആർമേച്ചറിലേക്ക് കണക്ഷൻ എത്തുന്നത്. At this point, the first resistor R1 provides high starting resistance as counter EMF has not yet developed. As the handle slowly moves toward the run position, series resistance decreases as the motor gains speed and counter EMF increases. ഇവിടെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പായി 0.1 സ്റ്റാർട്ടർ ഹാൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാ റെസിസ്റ്റൻസുകളും, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 + R3 + R4 + R5 എന്നതായിരിക്കും. ഇതിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് സ്റ്റാർട്ടർ ഹാൻഡിൽ എത്തുകയാണെങ്കിൽ അവിടെ R1 എന്ന റെസിസ്റ്റൻസ് എലിമിനേറ്റ് ആവുന്നു. സോ ഈ ഒരു സമയത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 + R3 + R4 + R5 എന്നതായിരിക്കും. ഇതോടൊപ്പം ആർമേച്ചർ പതുക്കെ റൊട്ടേറ്റ് ചെയ്തു തുടങ്ങുന്നു. ആർമേച്ചറിൻ്റെ സ്പീഡ് പതുക്കെ കൂടി തുടങ്ങുന്നു. നെക്സ്റ്റ് സ്റ്റാർട്ടർ ഹാൻഡിൽ 3 എന്ന പോയിന്റിൽ എത്തുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R3 + R4 + R5 ആയിരിക്കും. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് വീണ്ടും കുറയുകയാണ്. അതിനനുസരിച്ച് കറണ്ട് കൂടുന്നു. ഈ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ആർമേച്ചർ പതുക്കെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് റൺ പൊസിഷനിൽ എത്തുമ്പോഴാണ്, സ്റ്റാർട്ടർ ഹാൻഡിൽ റൺ പൊസിഷനിൽ എത്തുമ്പോഴാണ് ആർമേച്ചറിലേക്ക് നേരിട്ട് സപ്ലൈ വരുന്നത്. ഈ സമയത്ത് കൗണ്ടർ EMF അല്ലെങ്കിൽ ബാക്ക് EMF ഡെവലപ്പ് ചെയ്തു തുടങ്ങുന്നു.
ഈ ഒരു സമയത്താണ് മോട്ടോർ അതിൻ്റെ മോട്ടോർ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ റൺ ചെയ്ത് തുടങ്ങുന്നത്. ഈ സമയത്ത് എല്ലാ റെസിസ്റ്റൻസുകളും എലിമിനേറ്റ് ആവുന്നു. ഇവിടെ IA ഈസ് ഈക്വൽ ടു E മൈനസ് EB ഡിവൈഡഡ് ബൈ RA എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് ആ ഒരു സമയത്ത് കൗണ്ടർ EMF അല്ലെങ്കിൽ ബാക്ക് EMF ഡെവലപ്പ് ചെയ്യുന്നു. അതോടൊപ്പം കറണ്ടിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയുന്നു. റൺ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ഹാൻഡിലെ സോഫ്റ്റ് അയൺ പീസ് ഈ നോ വോൾട്ട് കോയിലുമായി കണക്റ്റ് ആവുന്നു. നോ വോൾട്ട് കോയിലിലേക്ക് കണക്റ്റായ സോഫ്റ്റ് അയൺ പീസ് ആ ഒരു പൊസിഷനിൽ തന്നെ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ കാരണം, നോ വോൾട്ട് കോയിലിൻ്റെ മാഗ്നറ്റൈസേഷൻ കാരണം ആ ഒരു പൊസിഷനിൽ തന്നെ സ്റ്റേഷനറിയായി നിൽക്കുന്നു. അത് കാരണം മോട്ടോർ അതിൻ്റെ റൺ പൊസിഷനിൽ തന്നെ അല്ലെങ്കിൽ മോട്ടോർ അതിൻ്റെ അതേ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്തു തുടങ്ങുന്നു. പഴയ പൊസിഷനിലേക്ക് സ്റ്റാർട്ടർ ഹാൻഡിൽ പഴയ പൊസിഷനിലേക്ക് വരുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ മോട്ടോറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ മോട്ടോറിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ വരികയാണെങ്കിൽ നോ വോൾട്ട് കോയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസായി ഉപയോഗിക്കുന്നു. നോ വോൾട്ട് കോയിലിൻ്റെ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി നഷ്ടമാവുന്നു. സ്റ്റാർട്ടർ ഹാൻഡിൽ വീണ്ടും ഓഫ് പൊസിഷനിലേക്ക് വരുന്നു. അതുവഴി മോട്ടോർ വീണ്ടും ഓഫ് ആവുന്നു. ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് 3 പോയിൻ്റ് സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് ഉള്ളത്. The handle remains in the run position against the force of the spring because the no volt coil is magnetized when current flows through the starter. The no volt coil also acts as a safeguard during motor operation. If the motor supply voltage supply is cut for any reason, the no volt coil demagnetizes and handle spring returns the handle to the off position, effectively cutting the motor. ഈ ഒരു രീതിയിലാണ് 3 പോയിൻ്റ് സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നത്. DC മോട്ടറിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ ടൈപ്പ് സ്റ്റാർട്ടർ മെക്കാനിസമാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടറാണ് 3 പോയിൻ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്.